കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസും കുടുംബശ്രീ ഓഫീസും തുറന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കങ്ങളിൽ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ഭരണ പ്രതിപക്ഷ ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമാകുന്നു. പഞ്ചായത്ത് ഭരണസമിതി രാത്രി സമയത്ത് ഓഫീസ് തുറന്നു എന്ന ആരോപണം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള നാടകമാണെന്നാണ് ഭരണപക്ഷത്തിന്റെ നിലപാട്. കഴിഞ്ഞ ദിവസം LDF നടത്തിയ സമരത്തിനു പിന്നാലെ കുടുംബശ്രീ ഓഫീസ് രാത്രിയിൽ തുറന്നു പ്രവർത്തിച്ചു എന്ന തരത്തിൽ വീഡിയോ പ്രചരിച്ചതാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. രാവിലെ 9 മണിക്ക് ആരംഭിച്ച LDF സമരം 11:50 അവസാനിച്ചത്. എന്നാൽ സമരസമയത്ത് രാവിലെ 10 മണിക്കു ശേഷം പഞ്ചായത്ത് മെമ്പറായ ഫാറൂഖും തുടർന്ന് CDS ചെയർപേഴ്സൺ ഫാത്തിമയും അടച്ചിട്ട വാതിൽ തുറന്ന് ഓഫീസിനുള്ളിൽ പ്രവേശിക്കുന്നതിന്റെയും കുടുംബശ്രീ ഓഫീസ് തുറന്നിടുന്നതിന്റെയും CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പഞ്ചായത്ത് ഭരണസമിതി രാത്രി സമയത്ത് ഓഫീസ് തുറന്നു എന്ന ആരോപണം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള നാടകമാണെന്നാണ് ഭരണപക്ഷത്തിന്റെ നിലപാട്. കുടുംബശ്രീ ഓഫീസിലെ രേഖകൾ നശിപ്പിച്ച് അത് ഭരണസമിതിയുടെ മേൽ കെട്ടിവെക്കാനുള്ള ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ നടന്നതെന്നും ഭരണപക്ഷ നേതാക്കൾ ആരോപിക്കുന്നു. ഞങ്ങൾ അതിനകത്ത് പ്രവേശിച്ചിട്ടില്ല എന്നല്ല പറഞ്ഞത്. ഞാൻ അതിലേക്ക് പ്രവേശിക്കാണ്ടായ കാരണം, പഞ്ചായത്തിനകത്തേക്ക് പ്രവേശിക്കേണ്ടായ കാരണം, പഞ്ചായത്തിന്റെ പുറകിലൂടെ സ്റ്റെപ്പ് കയറി മുകളിലെ മീറ്റിംഗ് ഹാളിൽ കയറി സ്റ്റെപ്പ് വഴി പഞ്ചായത്തിന്റെ ഓഫീസുകളിലേക്ക് എത്താൻ പറ്റും. എന്നാൽ സമരം മുൻകൂട്ടി അറിഞ്ഞ പഞ്ചായത്തിന്റെ ഭരണസമിതി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരത്തെ മോശമാക്കുന്നതിന് വേണ്ടി, സമരം പൊളിക്കുന്നതിന് വേണ്ടി മുകളിലെ ഗ്രില്ല് പൂട്ട് തുറന്നിട്ടായിട്ടാണ് കാണുന്നത്. ആ പൂട്ട് ഞാൻ പഞ്ചായത്തിനകത്ത് കയറി മുകളിൽ കയറി പൂട്ടിയിട്ട് ചാവി കയ്യിലെടുത്താ വന്നത്. അത് സത്യം തന്നെയാണ്. ഞാൻ പഞ്ചായത്തിനകത്ത് കയറി പൂട്ടി ചാവി കയ്യിലെടുത്ത് വെച്ചു. അതല്ലാതെ കുടുംബശ്രീ ഓഫീസിനകത്തേക്ക് ഫാറൂഖ് കയറിയിട്ടില്ല എന്ന് കൃത്യമായി പറയണോ? ഇനി അങ്ങനെ ആരാണ് കയറി എന്ന് തെളിയിക്കേണ്ടത് പഞ്ചായത്തിന്റെ നിലവിലെ ഭരണസമിതി അംഗങ്ങളും പഞ്ചായത്തുമാണ്. ഞങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങൾ കയറുന്നതിന് മുമ്പ് ഈ പൂട്ട് തുറന്നത് ആര്? അപ്പൊ അതിനുള്ളിൽ ഒരാളുണ്ടാകണം. ആര് പൂട്ട് തുറന്നു? ആവർത്തി ചോദിക്കുന്നു, ആരാണ് പൂട്ട് തുറന്നത്? ഈ ആരുടെ നിർദ്ദേശപ്രകാരമാണ് പൂട്ട് തുറന്നത്? എന്താവശ്യത്തിനാണ് പൂട്ട് തുറന്നത് എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യത്തിന് മറുപടി ഇല്ലാതെ കുറച്ച് ഭാഗം മാത്രം ഞാനും അതുപോലെ കുടുംബശ്രീ ചെയർപേഴ്സൺ ആയിട്ടുള്ള ഫാത്തിമ താത്തയും കയറുന്ന വീഡിയോ മാത്രം ഒതുക്കി നിർത്തേണ്ടതല്ല. ആളുകൾക്ക് വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള കാരണമാകാൻ വേണ്ടി മാത്രമാണ് ഈ ഓൺലൈൻ ചാനലുകൾ ഉപയോഗപ്പെടുത്തി LDFനെയും LDFന്റെ മെമ്പർമാരെയും തേജോവധം ചെയ്യാന്ന ലക്ഷ്യത്തോട് മാത്രമാണ് ഇത്തരമൊരു ന്യൂസ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്. ഈ മീഡിയക്ക് മുമ്പിൽ ഇങ്ങനെ വരുമ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. നാളെ പഞ്ചായത്ത് തുറന്ന് ഈ വീഡിയോ ഫുള്ളായിട്ട് നമുക്ക് തരുന്നതിന് വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറിയുടെ അനുവാദത്തോടുകൂടെ ഞങ്ങൾക്ക് തരുന്നതിന് വേണ്ടി ഞങ്ങള് കാര്യങ്ങൾ ചെയ്യും. അത് തരുന്ന മുറക്ക് കൃത്യമായി ആരാണ്, നമുക്ക് അറിയാലോ, ഡേറ്റ് ഉൾപ്പെടെ ടൈം ഉൾപ്പെടെ പഞ്ചായത്തിന്റെ CCTV ദൃശ്യങ്ങളിൽ അതുണ്ടാവും. അപ്പോ ആ രൂപത്തില് ഇത് മുഴുവനായിട്ടും 5 മണി മുതൽ, തലേ ദിവസം 28-ാം തീയതി വൈകിട്ട് 5 മണി മുതൽ സമരം നടക്കുന്ന 29-ാം തീയതി സമരം അവസാനിപ്പിക്കുന്ന സമയം വരെയുള്ള CCTV ദൃശ്യങ്ങൾ മുഴുവനായിട്ടും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഈ റെക്കോർഡ് ചെയ്യപ്പെട്ട മുഴുവൻ വീഡിയോസും പുറത്തു തരണം, ജനങ്ങൾ കാണണം. എന്നാൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെയും CCTV ദൃശ്യങ്ങളെക്കുറിച്ചുള്ള വാദങ്ങളെയും സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യവും പ്രദേശത്ത് ഉയരുന്നുണ്ട്. വിഷയത്തിൽ ഇരുപക്ഷവും പരസ്പരം ആരോപണങ്ങൾ കടുപ്പിച്ചതോടെ പഞ്ചായത്തിൽ രാഷ്ട്രീയ കലുഷിതമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. CCN മണ്ണാർക്കാട്.